ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാനിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം ഒഴിക്കുക. കപ്പോ ഗ്ലാസ്സോ അളവായിട്ട് എടുക്കുക കേട്ടോ. വെള്ളം തിളച്ച് വരാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യ് യൂസ് ആക്കണമെങ്കിൽ നെയ്യ് യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. ഈ വെള്ളം ഇനി തിളച്ച് വരാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റവയാണ് കേട്ടോ. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് വെള്ളത്തിന് 1 കപ്പ് റവയാണ് കേട്ടോ അളവായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം റവ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 1 കപ്പ് റവ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് തേങ്ങയാണ്. 2.5 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവി നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കില്ലേ, വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിലിട്ടിട്ട് ഒന്നിങ്ങനെ ചതച്ചെടുക്കില്ലേ, അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ തേങ്ങ വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ റവയിലുള്ള ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന വരെ നമ്മളിത് നിർത്താതെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, അടിപ്പിടിക്കും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ കൂടുതലായിട്ടൊക്കെ റവ എടുക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ മാറ്റണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ചൂടാറി വരുമ്പോഴത്തേക്ക് നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കയ്യിൽ ലേശം നെയ്യോ വെളിച്ചെണ്ണയോ തടവി കൊടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി എടുക്കണം കേട്ടോ. ഇനി നമ്മളിത് ആവി കയറ്റി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ആവി കയറ്റി എടുക്കുമ്പോൾ ആ ഒരു പ്ലേറ്റിൽ ലേശം വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തത് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു വലിയ പ്ലേറ്റിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എല്ലാതും ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ ആവി കയറ്റി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലാണ് ഞാൻ ഇപ്പോൾ ആവി കയറ്റി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ല പോലെ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആവിയൊക്കെ കണ്ടില്ല, നല്ല പോലെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് കേട്ടോ. ബട്ടർ നല്ല പോലെ തന്നെ മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ല പോലെ പൊട്ടി വന്നു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പിസ്സ സീസണിങ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനത്തേക്ക് ഒരു ഫ്ലേവർ വരുമ്പോഴാണല്ലോ കുറച്ചുകൂടെ കൂടുതൽ കഴിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇടരുത്, ഒരു നുള്ളു മതിയാവും കേട്ടോ. അല്ലെങ്കിൽ ആ മഞ്ഞളുടെ ഒരു കുത്തൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ല പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു തക്കാളി മിക്സിയുടെ ജാറിൽ നല്ല പോലെ അടിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ എക്സ്ട്രാ മുളക് പൊടി ഒന്നും ചേർക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവോടെ വേണമെന്നുണ്ടെങ്കിൽ ലേശം മുളക് പൊടി ചേർത്ത് കൊടുക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റവയുടെ ആ ബോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത റവ ബോൾസ് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് കേട്ടോ ഞാൻ മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു നുള്ളു മതി കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവ് നന്നായിട്ട് കുറച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം റവ ബോൾസൊക്കെ ഒന്നിങ്ങനെ അവിടെ മൊരിഞ്ഞ് നല്ല ഡ്രൈ ആയി വരില്ലേ, അതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ ഞാൻ മുളക് പൊടി ചേർത്തിരുന്നത്. ഒരു നുള്ള് 1/4 ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, അത്രയാണ് ചേർത്തിട്ടുള്ളൂ. അത് നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് ചേർത്ത ആ തക്കാളിയുടെയൊക്കെ മൊത്തത്തിൽ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ആകെ മൊത്തം നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ട്. എല്ലാ സൈഡും ഒന്നിങ്ങനെ മുരിഞ്ഞ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്. ഇപ്പോൾ അവർക്ക് സ്കൂളൊക്കെ തുറക്കുകയാണ്, അവർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം കൂടിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഉണ്ടാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ, കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ചെറിയുള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക്
ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു 3 ചെറിയുള്ളിക്ക് പകരം ഒരു 4-5 ചെറിയുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ തേങ്ങയും ജീരകവും ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഓയിൽ ചേർക്കുന്നത് മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെക്കുക. തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം നല്ലപോലെ ഒന്ന് കുറച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ അതൊന്ന് തിളച്ച് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന നല്ല നെയ്സായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇത് അരിപ്പൊടി ഞാൻ 1/4 കപ്പിന് 4 കപ്പോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ അരിപ്പൊടി കുറച്ചായി ഇട്ട് കൊടുക്കുക. നിങ്ങൾ എത്രയാണോ വെള്ളം വെക്കുന്നത് അതിന് പാകത്തിനുള്ള അരിപ്പൊടി എടുക്കുക. എന്നിട്ട് അത് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം നല്ലപോലെ കുറച്ച് കൊടുക്കുക. ചിലപ്പോൾ ചില അരിപ്പൊടികൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി വരും, ചിലത് വെള്ളം ഏറിയ പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് പാകമായിട്ട് വെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ 1/4 കപ്പിന് 4 കപ്പോളം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. ചൂടാറി വരുമ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ഗ്ലാസിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് നേരം ഒന്നും കുഴക്കേണ്ട, ജസ്റ്റ് ഒന്ന് കുഴച്ചൊന്ന് എടുത്താൽ മതിയിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിൽ നിന്നും ചെറിയ ബോൾസ് മാവുകൾ എടുക്കുക. നിങ്ങൾക്ക് ഒരു നല്ലപോലെ ചെറുത് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ല കുറച്ച് മീഡിയം സൈസ് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് നോക്കി അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് അതിനൊന്ന് ഉരുട്ടി കൊടുത്ത ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ആക്കിയിട്ട് നമ്മളത് മാറ്റി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മുളപ്പിച്ച കടലയാണ് കേട്ടോ. ഞാനിവിടെ മുളപ്പിച്ചതാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സാധാ ഉള്ള കടല വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഗ്രീൻ പീസും കൂടെ എടുക്കുന്നുണ്ട്. കുതിർത്തെടുത്ത ഗ്രീൻ പീസാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചെറുപയറോ വൻപയറൊക്കെ എടുക്കണമെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ 2 കടല മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഗ്രീൻ പീസും ഈ ഒരു കടലയെ എടുക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ക്രഷ് ചെയ്തെടുത്തത് ഇതുപോലെ ഒരു ബൗളിലാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഇതുപോലെ തേങ്ങ കുറച്ചൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങാ ചെരുവേതിയിലേക്ക് 2 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 പച്ചമുളകും ചേർത്തിട്ട് കുറച്ച് വലിയ ജീരകം ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാണ് കേട്ടോ വലിയ ജീരകം. അപ്പോൾ ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ലേശം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കാം. ഇനി ഈ ഒരു പലഹാരം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് കുക്കറിലാണ് കേട്ടോ. കുക്കർ ചൂടായ ശേഷം അതിലേക്ക് ലേശം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ചൂടായ ഓയിലിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സവാള ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. സവാളയുടെ അളവൊക്കെ നിങ്ങൾക്ക് 1 or 2 ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി ഒരു സവാള നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ, ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ചേർത്ത സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച കടലയുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ നേരത്തെ തേങ്ങ അരച്ചെടുക്കുന്നതിൽ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മുളകിൻ്റെയും മഞ്ഞളുടെയും ഒരു പച്ച മണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക. തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ജീരകമൊക്കെ ചേർത്ത് അരച്ച് വെച്ചില്ല, അതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ലേശം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മളിത് നേരത്തെ ഒന്നും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലേക്ക്
ഇതിലേക്ക് ഞാനിനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലേറ്റിലാക്കിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മളിത് ഒരുപാട് ഇട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ. ഇത് ഇട്ട് കൊടുത്ത ശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് 2 വിസിലിന് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ശേഷം ആവി വേവിച്ചെടുക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നേരെ നമ്മൾ കയ്യിലിങ്ങനെ ഉരുട്ടിയെടുത്ത് ഷേപ്പാക്കി മാറ്റി വെച്ച് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു 2 വിസിൽ അടിച്ച ശേഷം ഞാനിപ്പോൾ വിസിൽ നന്നായി പോയ ശേഷമാണ് കുക്കർ തുറക്കുന്നത്. കുക്കറിലെ വിസിൽ പോയി ഒന്ന് ചൂടാറിയ ശേഷം മാത്രമാണ് കേട്ടോ ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പാടുള്ളൂ. നമുക്ക് ഈ വിസിൽ പോയ ഉടനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് നന്നായിട്ട് ഇപ്പോൾ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ തവി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കും കൂടെ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഉടനെ ഒരു കട്ടയാവും. അപ്പോൾ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഓരോന്നും വിട്ട് വിട്ട് നിൽക്കും ചെയ്യും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് കടലയൊന്ന് കുതിർത്തിട്ടുണ്ട്. നമ്മൾ വെള്ളക്കടലയാണ് കേട്ടോ, കുറച്ച് വലിപ്പമുള്ള വെള്ളക്കടലയാണ്. ഈ ഒരു കടല തലേദിവസം രാത്രി തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുതിർത്തെടുക്കണം കേട്ടോ. നമ്മൾ രാവിലെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി കുതിർത്തെടുക്കാം. അപ്പോൾ ഈ ഒരു കുതിർത്തെടുത്ത കടല മൊത്തം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും 1/4 കപ്പ് തൈരും ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇവിടെ ഇഞ്ചി ചതച്ചതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്തത്. പിന്നെ കുറച്ചധികം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അധികം വെള്ളം ചേർക്കാതെ കുറച്ച് വെള്ളത്തിൽ നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. നല്ല പോലെ അരഞ്ഞിരിക്കും കൂടെ വേണം. അപ്പോൾ അതാ നമ്മളിങ്ങനെ അരച്ചെടുത്തത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ റവയാണ് കേട്ടോ ചേർക്കുന്നത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അപ്പോൾ റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഏറി വരികയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളം ആവാത്ത രീതിയിൽ കുറച്ച് തിക്കിൽ തന്നെയാണ് കേട്ടോ നമുക്കിത് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിത് കുതിർക്കാൻ വേണ്ടി വെക്കണം. ഒരു 10 മിനിറ്റ് എങ്കിലും ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോഴത്തേക്കും ആ റവയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വരും. ഇനി ഇതിലേക്ക് കുറച്ച് സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു സവാള നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ റവയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്കാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പൊക്കെ ഒന്ന് പാകാണെന്ന് നോക്കാം. അതിനുശേഷം നമുക്കിതിന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഡലി പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഇഡലിയൊക്കെ ചുട്ടെടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു വട്ടത്തിൽ നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പ്ലേറ്റിലേക്ക് ലേശം എണ്ണയെന്നാക്കി കൊടുത്ത് മൊത്തത്തിൽ അതിൽ ഇട്ട് കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു തട്ടുണ്ടല്ലോ, ആ തട്ടിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ തട്ടിൽ ആക്കി കൊടുക്കുന്ന സമയത്ത് കുറച്ച് എണ്ണയൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ. നമുക്കത് വെന്ത് വന്ന ശേഷം പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ ഇതുപോലെ ഒരു 3 പാത്രത്തിൽ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ ഇഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടാ ഈ ഒരു പലഹാരം. അതൊന്ന് ചൂടാറിയ ശേഷം വേണം കേട്ടോ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് എടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ കിട്ടും. കാണാൻ തന്നെ എന്ത് ഭംഗി അറിയാം. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് മുതിർന്നവർക്കാണെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിന് നമ്മൾ പാനിൽ കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പലഹാരം വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മൊരിയിച്ചെടുക്കാട്ടോ. ചേർത്ത് കൊടുത്ത മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുടെയും ആ പച്ച മണം ഒന്ന് മാറിയ ശേഷമാണ് കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം അതങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് കളർ മാറി ഒന്ന് മൊരിഞ്ഞ് വന്നില്ലേ. അതിന് ശേഷം അതായത് ഞാൻ 3 ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. 2 സൈഡ് നല്ല പോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ പലഹാരം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അത് ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുത്താണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാവുന്നതാണ്.
അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അവർക്ക് കൊടുക്കാനാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് ഇത് സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആവിൽ വേവിച്ചെടുത്ത ഒരു കിടിലൻ പലഹാരമായാലോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ഒരു സവാള ഇട്ട് കൊടുക്കുക. സവാള നല്ലപോലെ തന്നെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ സവാള ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക് ഇതെല്ലാം അതും കൂടെ ഒന്ന് നമ്മളിങ്ങനെ ചതച്ചെടുത്താണ് കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ കഴിക്കാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ടാണെങ്കിൽ മുളക് പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പാകത്തിന് മുളക് പൊടി ചേർക്കാനായിട്ട്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറി വരുമ്പോൾ വേവിച്ച് ക്രഷ് ചെയ്തെടുത്ത ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ മാവ് കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഗോതമ്പ് മാവ് ലേശം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്താണ് കേട്ടോ. മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. എന്നിട്ട് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് തന്നെയാണ് കേട്ടോ. ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും പൊടി യൂസ് ആക്കാണ്ട് ലേശം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഒന്ന് പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം ചെറിയൊരു വട്ടത്തിലായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഈ പൊടി യൂസ് ആക്കുന്നതിന് പകരമായിട്ടാണ് ഞാനിപ്പോൾ ഓയിലാക്കി കൊടുത്തത്. എന്നാലാണ് നമുക്കിത് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. പൊടി ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലെ ഓയിലാക്കി കൊടുത്തിട്ട് പരത്തിയെടുത്ത് ചുട്ടിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ എല്ലാ സൈഡും ഇതിൻ്റെ തലപ്പ് ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ചുരുട്ടിയിട്ട് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ക്ലോസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതങ്ങനെ ലാസ്റ്റ് ഭാഗം ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കണം. കയ്യിൽ ലേശം ഓയിലാക്കിയിട്ട് പരത്തിയെടുക്കണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് കോയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ആവി കയറ്റി എടുക്കാം കേട്ടോ. ആവിയിൽ നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ അതങ്ങനെ ഞാനിപ്പോൾ ഈ 3 ആവിയിൽ വേവിച്ചെടുത്താണ് കേട്ടോ. ഇനി നമുക്കിതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ പപ്സൊക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഒട്ടും ഓയിൽ കഴിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത് തന്നെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും നല്ലപോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നവരെ കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ചായൻ്റെ കൂടെ ഓരോന്ന് കഴിച്ചാൽ മതി. വയറിനറിയാനായിട്ട് കറിയൊന്നും ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴിമുട്ട വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഫില്ലിങ്സ്. അപ്പോൾ നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഒന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലും. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തൊലിയില്ലാത്ത വെള്ള ഉഴുന്ന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കണമെങ്കിൽ പരിപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉഴുന്നൊക്കെ നല്ലോണം ഒന്ന് ചൂടായി പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ സവാള ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലുതാണെങ്കിൽ 1 മതിയാവും കേട്ടോ. അത് നമ്മൾ കോഴിമുട്ടയ്ക്കൊക്കെ ചിക്കി പൊരിക്കാൻ വേണ്ടി അരിഞ്ഞെടുക്കില്ല. ആ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുളകും കുരുമുളകും ചെറിയ ജീരകവും വലിയ ജീരകവും കൂടെ ചതച്ചെടുത്താണ്. അതിപ്പോൾ ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കേബേജും ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇനി ഗ്രീൻ പീസോ ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ മക്കൾക്ക് ഏതാണോ കഴിക്കാൻ കൂടുതൽ ഇഷ്ടം ആ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാതും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് മുളക് പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെജിറ്റബിൾസൊക്കെ ഒന്ന് 3/4 വേവായി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ.
ഇപ്പോൾ ഇതാ കേബേജും ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു ബൗളിലേക്ക് ഞാനിവിടെ എടുക്കുന്നത് നമ്മൾ ഇഡലി ദോശ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞാൽ പുളിച്ച മാവ് ഉണ്ടാവുമല്ലോ, ആ ഒരു മാവാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു 4 തവിയോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് എടുക്കുക. ഇനി നമ്മളിതാ ഈ വഴറ്റിയെടുത്ത കേബേജും ക്യാരറ്റിൻ്റെ ഒക്കെ ഒരു മസാല ഉണ്ടല്ലോ ഈ മാവിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. ആ ചൂടോടെ തന്നെയാണ് കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇഡലിയും ദോശയും അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി മാവ് വരാറുണ്ടല്ലോ. അപ്പോൾ അത് ഇതുപോലെ ചെയ്തെടുക്കണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കാം. അതിലേക്ക് ലേശം ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 3 തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഇഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആവി കയറ്റി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേറ്റിൻ്റെ പാതിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഇത് നമ്മൾ ആവി കയറ്റി എടുക്കുമ്പോൾ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ അതിന് ഇത് ഞാൻ നേരെ ഇഡലി പാത്രത്തിലേക്ക് ആവി കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാവുണ്ടല്ലോ ഇതുപോലെ കുഴിയപ്പച്ചട്ടിയിലേക്ക് ലേശം ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ചൂടാവാൻ വേണ്ടി വെക്കുക. അതിലേക്ക് ഓരോ സ്പൂണ് മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ചുട്ടെടുക്കുക. ഒരു സൈഡ് നല്ലോണം ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ഇത് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ 2 സൈഡും നല്ല പോലെ ഒന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ കേക്ക് അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അവർക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തയച്ച് വിടാം. നമ്മളിപ്പോൾ എപ്പോഴും ദോശയും ഇഡലി അപ്പമൊക്കെ അല്ലേ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളും കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തി ആണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഴിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുത്ത നല്ല കുഴിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, നല്ല സോഫ്റ്റാണ്. കറി പോലും ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട്. ഇനി നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്ലേറ്റിൽ ഇപ്പോൾ ചൂടൊന്ന് ആറിയ ശേഷം വേണം പ്ലേറ്റിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കാം. അല്ല കുറച്ചൊരു മസാല സ്പൈസി രീതിയിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ ഇത് കോണിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കാം. അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കലക്കി കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് നോക്കിയിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ലേശം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം തിക്കാവാതെ കുറച്ചൊരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ കോൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ ഈ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ സൈഡും ഞാൻ മസാല നല്ലപോലെ കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാ പീസിലാക്കി കൊടുക്കുക. എന്നിട്ട് ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിപ്പോൾ മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും കൂടെയാണ്. എരിവ് കുറച്ചൊന്ന് കമ്മിയാക്കിയിട്ട് അവർക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കിഡിലെ നൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇതെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയും 1 സവാളയും കുറച്ച് തേങ്ങയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ചെറിയൊരു ജാർ എടുക്കുക. അതിലേക്ക് തേങ്ങ ചിരവിയത് എടുക്കുക. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണ് അരിപ്പൊടിയൊക്കെ എടുക്കുന്നത് അതിന് പാകത്തിന് വേണം തേങ്ങ ചിരവിയതൊക്കെ എടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സവാള ചേർത്ത് കൊടുക്കുക. വലിയൊരു സവാളൻ്റെ നേർപകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ളി ചെറിയ ജീരകവും വലിയ ജീരകവും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ചേർക്കരുത്. നമ്മുടെ കൈയിൻ്റെ പിഞ്ചിൻ്റെ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഈ കാണുന്ന ഈ ഒരു പരുവാണ് കേട്ടോ നമുക്ക് ആയി കിട്ടേണ്ടത്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകരുത്. ഈ ഒരു രീതിക്ക് തന്നെ അരച്ചെടുക്കുക. ഇനി വേറൊരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു നുള്ള് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് തിളച്ച് വരാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം നല്ലോണം കുറച്ചും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു അരപ്പുണ്ടല്ലോ
അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. നിങ്ങളിത് വാട്ടിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചേർത്ത് കൊടുത്ത പൊടി കുറച്ച് ടൈറ്റായി വരികയാണെങ്കിൽ ലേശം ഒന്ന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അല്ല ഇനിയിപ്പോൾ വെള്ളം ഏറി പോവുകയാണെന്നുണ്ടെങ്കിൽ ലേശം കൂടെ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾ പാകത്തിനാക്കി എടുക്കണം. ഓരോ അരിപ്പൊടികളും വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ വെള്ളം ഏറി പോവുക, ചിലപ്പോൾ ടൈറ്റ് ആവുക. അപ്പോൾ അത് നിങ്ങൾ നോക്കി ചെയ്യുക. ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് പാതി ഒന്ന് ചൂടാറിയ ശേഷം ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ എങ്ങനെയാണോ കുഴച്ചെടുക്കേണ്ടത് അതുപോലെ തന്നെ. പക്ഷേ പത്തിരിക്ക് നമ്മൾ ഒരുപാട് നേരം കുഴച്ചെടുക്കും. ഇത് അത്രയൊന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഒന്ന് കുഴച്ചെടുക്കില്ല, സെറ്റാക്കി എടുക്കില്ല, അതുപോലെ ആക്കിയെടുക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മാവ് ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പരത്തിയെടുക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു ഓയിൽ പേപ്പർ കട്ട് ചെയ്ത് വെക്കുക. അതിലേക്ക് മീഡിയം സൈസ് ബോൾസ് മാവ് എടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എത്രയാണോ എടുക്കുന്നത് അതുപോലെ ഒരു ബോൾ മാവ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ഓയിൽ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഒരുപാട് പരത്തിയെടുക്കേണ്ട, പൊടിയൊക്കെ ഇട്ടിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ ഒന്ന് പാത്രം വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടും. നമുക്ക് കുറച്ചുകൂടെ തിന്നാക്കണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. കുറച്ച് തിക്കിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കട്ടോ. ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തിന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ പത്തിരി പ്രസ്സൊന്നും ഇല്ലാത്തവർക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒരു ഓയിൽ പേപ്പറിൽ നമ്മൾ പരത്തിയെടുക്കുന്നത്. ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചുട്ടെടുക്കാം. ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ പൊന്തി വരും. അതുപോലെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഓയിലൊക്കെ ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഒട്ടും എണ്ണ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എണ്ണയൊന്നും ആക്കാതെ ഡ്രൈ ആയിട്ട് തന്നെ ചുട്ടെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. അതുപോലെ ആ ഉള്ളിയുടെയും തേങ്ങയുടെയൊക്കെ ഫ്ലേവർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ചൂട് കട്ടനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അല്ല ഇനിയിപ്പോൾ മുട്ടക്കറിയോ അല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നെയ്പ്പത്തലൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. നന്നായിട്ട് പത്തിരിയൊക്കെ പൊന്തി വരുന്ന പോലെ നല്ലോണം പൊന്തി വരും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.